മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീനയുടെ അച്ഛൻ വന്നെത്തുകയാണ്. ഇനി അലീനയുടെ അച്ഛൻ്റെ കടന്നുവരവാണ് നമ്മുടെ ഗംഗേട്ടനും ശിവനും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അത് കേൾക്കുന്നില്ല. അതായത് സ്റ്റാലിനെ ഇവിടേക്ക് വരുത്തരുത്, അലീനയെ വേണേൽ അങ്ങോട്ട് കൊണ്ട് വിട്ടോ എന്നതാണ് അവർ പറയുന്ന കാര്യം. വൈജയന്തിയെ തകർക്കരുത് ബാലചന്ദ്ര എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രന് വൈജയന്തിയുടെ അഹങ്കാരത്തെയും വൈജയന്തിയുടെ നെഗളിപ്പിനെയും ഒക്കെ തല്ലി തകർക്കണമെന്നും അവളുടെ ഇത്രയും നാൾ നേടിയതെല്ലാത്തിനെയും തച്ചുടയ്ക്കണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഞാൻ സ്റ്റാലിനെ ഇവിടെ കൊണ്ടുവരും, അതിനുശേഷം വൈജയുടെ അടുത്തേക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ കുറിച്ച് കൂടുതൽ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാലിൻ എന്തായാലും ഇവിടെ വരും, അലീനയെ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അത്രയും ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അലീനയെ സ്വീകരിക്കാൻ സ്റ്റാലിൻ തയ്യാറാണ് എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ തലകുനിച്ച് നമ്മുടെ ബാലചന്ദ്രനോട് അപേക്ഷിക്കുന്നുണ്ട്. അപേക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല, സ്റ്റാലിൻ ഇവിടെ വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്ന കാഴ്ച കാണാം. നിങ്ങൾ കാരണമല്ലേ എനിക്ക് ഈ അബദ്ധവും ഈ ജീവിതം ഒരു തകർച്ചയുമായത്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി എന്ന് കരുതി ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല എന്ന് പറയുന്നു. അലീനയെ കൊണ്ടുപോകാൻ വരുന്ന സ്റ്റാലിൻ്റെയും കൊണ്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് ഞാനൊരു വരവ് കൂടി വരുന്നുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നൊരു കാഴ്ച. പിന്നെ അവർ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നില്ല. എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂർ വീട് വിട്ട് ഇറങ്ങുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരിറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് കടന്നു വരികയാണ്. സ്റ്റാൻലി ജോസഫ് മോളുടെ അച്ഛനാണെന്ന് ബാലചന്ദ്രൻ അലീനയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ കാണാതിരുന്ന നിന്റെ യഥാർത്ഥ അച്ഛൻ ഇതാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പരിചയപ്പെടുത്തുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ അലീന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ തിരക്കുകയാണ്, അന്വേഷിക്കുകയാണ്. അതായത് എന്നെ തള്ളാനുള്ള കാരണം എന്താണ് എന്നാണ്. അതിന് വ്യക്തവും കൃത്യമായ രീതിയിൽ ഉത്തരം സ്റ്റാലിൻ കൊടുക്കുമ്പോൾ സ്റ്റാലിനെ വിശ്വസിക്കുന്ന അലീനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പ്രേക്ഷകരെ.